പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന സുദിനമാണ് പെസഹ വ്യാഴം. ഈശോ നമുക്കായി ആത്മീയ വിരുന്നൊരുക്കിയ ദിനം. നമുക്കെല്ലാവർക്കും അറിയാം, പെസഹ വിരുന്നിൻ്റെ മധ്യേ വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് നമുക്കായി അവിടുന്ന് സ്വന്തം ശരീരവും രക്തവും പങ്കുവെച്ച് നൽകുന്ന പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാണ്. വിശുദ്ധ കുർബാന വിശുദ്ധിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളതാണ്. അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് വിശുദ്ധ കുർബാന. യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചിട്ടുണ്ട്. അതെല്ലാം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. ഈശോയ്ക്ക് വേണ്ടി മാത്രമായി ഒരു അത്ഭുതവും പ്രവർത്തിച്ചിട്ടില്ല. എല്ലാം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് യേശുനാഥൻ അവയെല്ലാം ചെയ്തത്. ഈശോയ്ക്ക് വേണ്ടി അത്ഭുതങ്ങളൊന്നും ചെയ്യാതെ നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമാണ് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. രോഗികളെ സുഖപ്പെടുത്തിയും മരിച്ചവരെ ഉയർപ്പിച്ചും കടലിനു മീതെ നടന്നും രോഗികളെ സുഖപ്പെടുത്തി, അന്ധർക്ക് കാഴ്ച നൽകി, പിശാചു ബാധിതരെ സുഖപ്പെടുത്തി, അങ്ങനെ നിരവധി അത്ഭുതങ്ങൾ ചെയ്ത യേശുനാഥൻ നമ്മോടുള്ള സ്നേഹത്താൽ തൻ്റെ ശരീരവും രക്തവും അപ്പമാക്കി മാറ്റി നമുക്ക് ആത്മീയ വിരുന്ന് ഒരുക്കുകയാണ്. യേശുവിൻ്റെ ശരീരവും രക്തവും അതേ രൂപത്തിൽ നമുക്ക് നൽകിയാൽ നമുക്ക് തീർച്ചയായും ഒരു ഭയവും അസ്വസ്ഥതയും ഉണ്ടാകും. കാരണം രക്തം കലർന്ന് രക്തത്താൽ മുങ്ങിയ ഒരു മാംസകഷ്ണത്തെ ഭക്ഷിക്കുക നമുക്ക് പ്രയാസമാണ്. അതുകൊണ്ടാണ് യേശു തൻ്റെ ശരീരത്തെ നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലും ഇഷ്ടപ്പെട്ട ഭാവത്തിലും വെളുത്ത വെണ്മയേറിയ തിരുവോസ്തിയായി മാറി അപ്പത്തിൻ്റെ രൂപത്തിൽ ആയിത്തീർന്നത് നമുക്ക് വേണ്ടിയാണ്. ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. ദൈവം നടത്തിയ ഏറ്റവും വലിയ അത്ഭുതമാണ് വിശുദ്ധ കുർബാന. തിരുവോസ്തിയിൽ യേശു ഇന്നും സജീവനായി വസിക്കുന്നു. പക്ഷേ നമ്മിൽ പലർക്കും അതിലത്രയ്ക്ക് വിശ്വാസം ഇല്ല എന്നുള്ളതാണ് സത്യം. എന്തിനു വേണ്ടിയാണ് നാം യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നത്? ഹെബ്രായർ 13:8 തിരുവചനം പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ നമുക്കുണ്ടാകും. നമ്മുടെ ഇന്നലകളിലെ അശുദ്ധി മുഴുവൻ ശുദ്ധീകരിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് അനുഗ്രഹവും വിശുദ്ധീകരണവും സൗഖ്യവും ലഭിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുമ്പോൾ, അതുപോലെ നമ്മുടെ ജീവിതത്തെ യേശുവിനെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം നവീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്ന നമ്മിൽ ഇത്തരത്തിലൊരനുഭവം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് നാം അറിഞ്ഞിരിക്കണം. അത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നാം പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അശുദ്ധിയും അതുപോലെ അഹങ്കാരവും കുറ്റം വിധിക്കലും വെറുപ്പും വിദ്വേഷവും എല്ലാം പുലർത്തിക്കൊണ്ടാണ് നാം ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതും. പരസ്പരം സ്നേഹിക്കുവാനോ അംഗീകരിക്കുവാനോ വിട്ടുവീഴ്ച ചെയ്യുവാനോ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് സത്യം. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് നാം വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ അവിടെ നമുക്ക് ദൈവികമായ ഒരനുഭവവും ലഭിക്കുകയില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ യേശു പറയുന്നുണ്ട്, നീ ബലി അർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ഓർത്താൽ നീ കാഴ്ചവസ്തു അവിടെ വെച്ച്
രമ്യതപ്പെട്ടതിന് ശേഷം ബലിയർപ്പിക്കുക എന്നാണ്. അപ്പോൾ നമ്മുടെ ബലി അർപ്പണം ഹൃദയവിശുദ്ധിയോടെ ആയിരിക്കണം. ബലിപീഠം സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും രമ്യതയുടെയും ബലിപീഠമാണ്. ആ വിശുദ്ധിയോടെ വേണം ബലിപീഠത്തെ നാം സമീപിക്കാൻ. യേശുവിൻ്റെ ജീവിതകാലത്ത്, അതായത് അപ്പം ഭക്ഷിക്കുന്ന നമുക്ക് യേശു അപ്പമായി മാറുന്നതിന് മുമ്പായിട്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എളിമയുടെയും വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാതൃക നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനോ അംഗീകരിക്കുവാനോ അല്പമൊന്ന് എളിമപ്പെടാനോ സാധിക്കാതെ ഹൃദയത്തിൽ വാശിയും വൈരാഗ്യവും വിദ്വേഷവും വച്ചു പുലർത്തിക്കൊണ്ട് ഒന്ന് സംസാരിക്കാൻ പോലും നാം ശ്രമിക്കാതെ, മറ്റുള്ളവരെ അംഗീകരിക്കാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ട് ദിവസവും നാം പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വരുന്നത് നെഗറ്റീവായ ശക്തിയാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. തിന്മയുടെ ശക്തിയാണ് അപ്പോൾ നമ്മിൽ വന്നു കയറുന്നത്. കാരണം തിരുവചനം പറയുന്നുണ്ട്, അശുദ്ധമായ ഹൃദയത്തോടെ യൂദാസ് യേശുവിൽ നിന്ന് അപ്പം ഭക്ഷിച്ചപ്പോൾ അവനിൽ പ്രവേശിച്ചത് സാത്താനാണ് എന്ന്. അത് യേശുവിനെ ഒറ്റിക്കൊടുക്കണം എന്നുള്ള ചിന്തയാൽ ധനമോഹത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനുള്ള സമയം നോക്കിയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ സാത്താൻ അവനിൽ പ്രവേശിച്ചു എന്ന് തിരുവചനം പറയുന്നത്. 1 കൊറിന്ത്യർ 11 അധ്യായം 28, 29, 30 തിരുവചനങ്ങളിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ഓരോരുത്തരും ആത്മശോധന ചെയ്ത ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മിൽ പലരും രോഗികളും ദുർബലരും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ് എന്ന് വ്യക്തമായി പറയുകയാണ്. അതിനാൽ ആത്മശോധന നടത്തി ഹൃദയവിശുദ്ധിയോടെ വിശുദ്ധ കുർബാനയെ സമീപിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.